ട്രാവലീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദേശീയപാതയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇന്ന്. ആലപ്പുഴയിൽ വിവിധ ഇടങ്ങളിലായി ദേശീയപാതയുടെ നിർമ്മാണ കാഴ്ചകൾ എത്രത്തോളം എത്തിയെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ജില്ലയുടെ തെക്കൻ ഏരിയയിലാണ് ദേശീയപാതയുടെ വികസനം ഏറ്റവും അധികം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ 6 വരി പാതയിൽ 2 ലൈൻ റോഡ് പൂർത്തിയായി കഴിഞ്ഞു. മാത്രമല്ല ഇതിലം വഴി വാഹനങ്ങൾ കടത്തിവിടുവാനും തുടങ്ങി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആലപ്പുഴ ഭാഗത്ത് പുറക്കാട് ഭാഗവും ആലപ്പുഴയുടെ പുതിയ ബൈപ്പാസിലുമാണ് ഏറ്റവും അധികം ദേശീയപാത വർക്കുകൾ മുന്നോട്ട് നീങ്ങുന്നത്. പുറക്കാട് ഇന്ത്യൻ ഓയിൽ പമ്പ് മുതൽ സ്കൂൾ വരെയുള്ള 2.5 കിലോമീറ്റർ നീളമാണ് ഒരു ഭാഗത്തിലെ 2 ലൈനുകൾ പൂർത്തിയാക്കി ഭാഗികമായി വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലെ ഡിവൈഡറുകളും റോഡിൻ്റെ 3ാം ഘട്ട ടാറിങ്ങും എന്നിവയും ഇനിയും ബാക്കിയുണ്ടെങ്കിലും ഏകദേശം പണി പൂർത്തിയായ റോഡിൽ കൂടി വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ തീർത്തിട്ടുള്ള NH66 ഈ പാത വാഹനങ്ങൾ തടസ്സമില്ലാതെ കടത്തിവിടുന്നതിന് വേണ്ടി ഒരു വശം പൂർണ്ണമായും തീർത്തിട്ട് അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറുഭാഗത്ത് പണികൾ നടന്നു വരുന്നുണ്ട്. നിലവിൽ ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനു മുകളിൽ വേറെയും പാളികൾ ഇനിയും ടാർ ചെയ്യുവാനുണ്ട്. മണ്ണിട്ടുയർത്തി ഗ്രാനുലാർ സബ് ബേസ് നിരത്തിയതിന് ശേഷം അതിനു മുകളിൽ സിമെൻറ്റ് ബേസ് പാളികൾ ഉറപ്പിച്ച് അതിനു മുകളിലാണ് ടാർ ചെയ്തിരിക്കുന്നത്. CTB സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ വെള്ളം കെട്ടിനിന്ന് റോഡ് തകരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. 13.5 മീറ്റർ വീതിയിൽ ടാർ വിരിക്കാവുന്ന മൾട്ടിപ്ലക്സ് പാവിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് ഇവിടെ ടാറിംഗ് നടക്കുന്നത്.
അമ്പലപ്പുഴ ഭാഗത്ത് അണ്ടർപാസുകളുടെ നിർമ്മാണത്തിനായി തൂണുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും വലിയ റെയിൽവേ ഓവർബ്രിഡ്ജായ അമ്പലപ്പുഴ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തിയാകുന്നു. പുതിയ പാലത്തിന്റെ നിരവധി പില്ലറുകൾ പൂർത്തിയായി കഴിഞ്ഞു. അമ്പലപ്പുഴ മുതൽ കളർകോട് വരെ ചിലയിടങ്ങളിൽ ടാറിങ്ങും പാത മണ്ണിട്ടുയർത്തൽ പണികളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ആലപ്പുഴ ബൈപ്പാസിന്റെ 2ാം ലൈനിന്റെ നിർമ്മാണവും അതിവേഗം പൂർത്തിയാകുന്നുണ്ട്. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി പുതിയ പാതയുടെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതുകൂടാതെ റെയിൽവേ ലൈനിന് കുറുകെയുള്ള ഭാഗത്തെ തൂണുകളുടെ പൈലിങ്ങും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. മുമ്പോട്ട് പോയാൽ പൂങ്കാവിലും KSDPയിലും കലവൂരിലും അടിപ്പാതകളുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. പാതിരാപ്പള്ളി ജംഗ്ഷൻ മുതൽ കലവൂർ വരെ അണ്ടർപാസുകളുടെ സമീപന പാതയ്ക്കായി പലയിടത്തും ഒരു ഭാഗം മണ്ണിട്ടുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കലവൂർ മുതൽ കോൾഗേറ്റ് ജംഗ്ഷൻ വരെയുള്ള പാതയും മണ്ണിട്ടിങ്ങനെ ലെവലാക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ കാലാവധി അടുത്ത വർഷം അവസാനിക്കാനിരിക്കുമ്പോൾ 83 കിലോമീറ്റർ ദേശീയപാത കടന്നുപോകുന്ന ആലപ്പുഴ ജില്ലയിൽ 6 കിലോമീറ്റർ മാത്രമാണ് ഒരു ഭാഗമെങ്കിലും ഭാഗികമായി ടാറിംഗ് ചെയ്യാൻ ഇത്രയും നാൾ കൊണ്ട് സാധിച്ചത്. ദേശീയപാതയുടെ വികസനത്തിൽ മറ്റ് ജില്ലകളെക്കാൾ ഏറെ പിന്നിലാണ് നമ്മുടെ ആലപ്പുഴ എന്ന് പ്രത്യേകം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ചിലയിടങ്ങളിൽ അണ്ടർപാതയുടെ സമീപന പാതയ്ക്കായി മണ്ണിട്ടുയർത്തി കോൺക്രീറ്റ് RE വാൾ പണികൾ തുടങ്ങിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് റോഡിൽ പലയിടത്തായി ഇറക്കി വെച്ച RE വാൾ കട്ടകൾ ഒന്നിനു മുകളിലായി ഒന്നായി അടുക്കി ആണ് ഇവ നിർമ്മിക്കുന്നത്. ചെറിയ കട്ട രൂപത്തിലുള്ള റീഇൻഫോഴ്സ്ഡ് വാൾസ് ബ്ലോക്കുകൾ പ്രത്യേക രീതിയിൽ നിരത്തി അവയ്ക്കിടയിൽ മണ്ണിട്ട് നിറയ്ക്കും. അതിനുശേഷം ജിയോ ഗ്രിഡ് സ്ഥാപിക്കുകയും ചെയ്താണ് ഇവ പൂർത്തിയാക്കുന്നത്. കട്ടകൾ മുകളിലോട്ട് ഉയരുംതോറും അല്പം ഉള്ളിലോട്ട് നീക്കിയായിരിക്കും അടുത്ത നിര സ്ഥാപിക്കുന്നത്. ഇതിലൂടെ പാതയ്ക്ക് കൂടുതൽ ഉറപ്പ് ലഭിക്കും. മാരാരിക്കുളം ഭാഗത്ത് റോഡിന് സമീപം ധാരാളം പ്രീകാസ്റ്റ് കോൺക്രീറ്റ് കാണകൾ നിർമ്മിച്ച് കൂട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കൂറ്റൻ ഒരു നിർമ്മാണ യൂണിറ്റും. ദേശീയപാത 66 ആവശ്യമായ ഓടകളുടെ പ്രീകാസ്റ്റ് യൂണിറ്റ് നിർമ്മിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ ലോറിയിൽ കയറ്റിയാണ് വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. നിരവധി പ്രീകാസ്റ്റ് യൂണിറ്റുകൾ ഇങ്ങനെ നിർമ്മിച്ച് റോഡിന് സൈഡിലായി കൂട്ടിയിട്ടിട്ടുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാത റീച്ചിന് സമീപത്തായി ഏറ്റവും വലിയ യാർഡുള്ളത്. ഇവിടെ ലോഡ് ഇറക്കാൻ വേണ്ടി വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രാവിലെ. ഉയരപ്പാതയുടെ സമീപത്തായി ഉയരപ്പാതയുടെ ഗർഡറുകൾ ഉയർത്തിവെക്കുന്ന പണികൾ നടക്കുന്നതിനാൽ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചിടുവാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ശ്രമിച്ചതാണെങ്കിലും അവയെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഉയരപ്പാതയുടെ പണി അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നതിനാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അതിനാൽ തന്നെ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി 4.5 മീറ്റർ കൂടുതൽ ഉയരത്തിലുള്ള ചരക്ക് വാഹനങ്ങൾ തുറവൂർ ജംഗ്ഷൻ, അരൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കടക്കാതിരിക്കുവാൻ വേണ്ടി ഹൈറ്റ് ബാരിയറുകൾ സ്ഥാപിച്ചു. എങ്കിലും തുറവൂർ ജംഗ്ഷനിലെ ഹൈറ്റ് ബാരിയറുകൾ കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച് തകർന്ന നിലയിലാണ്. 374 തൂണുകളിൽ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ചിലതിന്റെ ഫൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എങ്കിലും 4ഇടത്തായി കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുവാനായി വലിയ ക്രെയിനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തുറവൂർ ജംഗ്ഷനിൽ 5ഓളം തൂണുകൾക്കിടയിലുള്ള ഗർഡറുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇതിന് മുകളിൽ കോൺക്രീറ്റിംഗ് ജോഡുകളാണ് ബാക്കിയുള്ളത്. ചന്ദിരൂരിൽ പാലത്തിന് സമാന്തരമായി പുതിയൊരു ഇരുമ്പ് പാലം നിർമ്മിക്കുന്നുണ്ട്. സർവീസ് റോഡുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇതിലം വഴി വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്യും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.